കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയെ പ്രശംസിച്ചുള്ള ഡോക്ടർ ശശി തരൂർ എംപിയുടെ ലേഖനത്തോട് KPCCക്ക് അതൃപ്തിയാണ്. തരൂരിന്റെ ലേഖനം കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കോൺഗ്രസ് വാദങ്ങളുടെ മുനയൊടിച്ചിരിക്കുകയാണ് ലേഖനമെന്നും വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്നും KPCC ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലാണ് വ്യവസായ മേഖലയിലെ കേരളത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയെ പ്രകീർത്തിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ അത്ഭുതപൂർവമായ വളർച്ചയെ, വ്യവസായ അന്തരീക്ഷത്തെ അത്യന്തം അനുകൂലമാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ 1ാം സ്ഥാനം, ചുവപ്പ് നാട മുറിച്ചു മാറ്റി വ്യവസായ സാഹചര്യമൊരുക്കൽ എന്നിവയെ കുറിച്ചൊക്കെ തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന ലേഖനത്തിലാണ് കണക്കുകൾ വെച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ വ്യവസായ കുതിച്ചുചാട്ടം ശശി തരൂർ വിവരിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും UDF മാധ്യമങ്ങളുടെയും വ്യാജ പ്രചരണം പൊളിച്ചു തരികയായിരുന്നു യഥാർത്ഥത്തിൽ തരൂരിന്റെ ലേഖനം. കൃത്യമായ കണക്കുകളും വസ്തുതകളും അവതരിപ്പിച്ച് കോൺഗ്രസ് MP തന്നെ ലേഖനവുമായി എത്തിയതോടെ വെട്ടിലായത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. മുഖം രക്ഷിക്കാനായി അദ്ദേഹം പൊള്ളവാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളം വ്യവസായ സൗഹൃദമല്ല എന്നും ഇനിയും ഒരുപാട് വളരാനുണ്ട് എന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാദം. ഏത് കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് ശശി തരൂർ ഇതെല്ലാം പറഞ്ഞത് എന്നാണ് സതീശൻ ചോദിക്കുന്നത്. എന്നാൽ കൃത്യമായ കണക്കുകളും വസ്തുതകളും നിരത്തി തന്നെയാണ് കേരളത്തിന്റെ വളർച്ചയെപ്പറ്റി ശശി തരൂരിന്റെ ലേഖനം. അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാനുള്ള അണിയറ നീക്കം ശക്തമായിരിക്കുകയാണ്. AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി നേതാക്കളിൽ നിന്ന് നടത്തിയ അഭിപ്രായ സർവേയിൽ സുധാകരനെ മാറ്റണമെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കമുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള ഗ്രൂപ്പ് പോലും സതീശൻ നയിച്ച മലയോര സമര ജാഥയിൽ സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി അനുകൂലിച്ച് സുധാകരൻ നടത്തിയ പ്രസംഗവും ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടാക്കിയ കാര്യം തന്നെയാണ്. സുധാകരന് പകരം ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷനാക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ മുരളീധരന്റെ പേരും ഉന്നയിക്കുന്നവരുമുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടുന്ന സുധാകരന് MP സ്ഥാനവും KPCC അധ്യക്ഷ പദവിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അതിനൊക്കെ പരിമിതികളുണ്ട് എന്നാണ് നേതൃമാറ്റം ആവശ്യപ്പെടുന്നവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഡൽഹിയിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളിലെ PC-കൾ അഴിച്ചു പണിയാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെയാണ് താൽക്കാലികമായി മരവിപ്പിച്ച KPCC പുനഃസംഘടന വീണ്ടും കോൺഗ്രസിൽ ചർച്ചയാകുന്നത്.